കുഞ്ഞൻ കാറുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ 3 കാറിലും ഇഷ്ടപ്പെട്ടത് ഈ സ്പൈഡർമാൻ ടോയ് കാറാണേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൈസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞിൻ കാറുകളെയാട്ടോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. ആ കാറുകളാണ് ഈ കാണുന്നത്. 3 കാറുകളാണുള്ളത് കേട്ടോ. അത് 60 രൂപയ്ക്കും അതുപോലെ തന്നെ 30 രൂപയ്ക്കും വാങ്ങിച്ച കാറുകളാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ബ്ലാക്ക് കളറുള്ള ആ കാറിനെ നമുക്കൊന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കാം. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അപ്പം ഷോപ്പിൽ വെറൈറ്റി ആയിട്ട് ഈ കാർ ഇരിക്കുന്നത് കണ്ടു. എങ്കിൽ പിന്നെ ഇത് തന്നെ എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ഈ കാറെ. നല്ല ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള കളറിലാണ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി, കുറേ കാറുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ടൊരു കാറ് കണ്ടു. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചേക്കാന്ന് വെച്ചേ. ഇതിന് 60 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്ക്. ഇതിൻ്റെ ബോഡി വരുന്നത് മെറ്റൽ പാർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ വീലൊക്കെ വന്നേക്കുന്നത്. സ്മൂത്താണ്. പിന്നെ ബാക്കിൽ നല്ല ഗ്രിപ്പോട് കൂടിയ വീലാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ അലോയിങ് കാര്യങ്ങളൊക്കെ സിൽവർ കളറിൽ വന്നേക്കുന്നു. അതിൻ്റെ പാർട്സുകളൊക്കെ, ബോഡി പാർട്സുകളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് മോഡലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വീലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെയാണ്. പിന്നെ ഒരു ഗ്ലാസ് ടൈപ്പാണ് ഇതിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഒരു വെറൈറ്റി ലുക്ക് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ കാർ എടുത്തത്. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്ത കാറും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാറാണ്. ഒരു റാലി സ്പോർട്സ് കാർ എന്നൊക്കെ പറയാം. ഒരു വെറൈറ്റി ലുക്ക് തോന്നി. അപ്പം ഇത് ഞാൻ എടുത്തു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. കാനഡയിലെ ദേശീയ പതാകയുടെ സിമ്പിളും CAN എന്നൊക്കെ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസൈൻ എല്ലാം പെയിൻറ്റിംഗ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് പാർട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഫുള്ളി പെയിൻറ്റിംഗ് ആണ് ഇതിൻ്റെ ഈ ഡിസൈൻ എല്ലാം. ലൈറ്റും ഹെഡ്ലൈറ്റും അതിൻ്റെ ബാക്കി സൈഡ് ഡിസൈന്, അതിൻ്റെ ഗ്ലാസ്, വിൻഡോ, ഇതെല്ലാം അത് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ വീല് വരുന്നതും പ്ലാസ്റ്റിക്കാണ്. വൈറ്റാണ് അലോയ്ക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ആ വീല് വരുന്ന ഭാഗം അതിൻ്റെ പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഹാഫ് വീല് ഇങ്ങനെ പൊതിഞ്ഞേക്കുവാണേ. ഹാഫും ഹാഫായിട്ടാണ് അതിൻ്റെ പ്ലാസ്റ്റിക് വന്നേക്കുന്നത്. അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ആ വീല് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. റാലി എന്ന് എഴുതിയിരിക്കുന്നു, G എന്ന് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ സ്ട്രക്ചറും പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റാലി സ്പോർട്സ് കാറാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പുൾ ബാക്ക് ടോയ് ആണ് കേട്ടോ. ഇതിങ്ങനെ പുറകിലേക്ക് വലിച്ചിട്ട് വിടുന്ന ടൈപ്പുള്ള ആ ടോയ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ കാറിൻ്റെ ഡീറ്റെയിലിങ്. അപ്പോൾ ഇതാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു കാറ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്പൈഡർമാൻ കാറാണേ. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കുന്നത് കാരണം ഇതിൻ്റെ ലുക്ക് കണ്ടാൽ സ്പൈഡർമാൻ കാറാണെന്ന് പറയും. കാരണം അതേ ഡിസൈനാണ്, സ്പൈഡർമാൻ്റെ അതേ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിലന്തി വലയുടെ ആ ഗ്രാഫിക്സും അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷന്, അതുപോലെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. അതേ ഒരു സ്പോർട്സ് കാറാണേ. അതേ ഡിസൈൻ, നല്ല വെറൈറ്റി ലുക്കാണ് കേട്ടോ. അപ്പം ആ കടയിലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വേറൊന്നും ചിന്തിച്ചില്ല, ഇത് തന്നെ അങ്ങ് എടുത്തു. ഇതിനും പ്രൈസ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വീൽസും ഇതിൻ്റെ അലോയ്സൊക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ. ഒരു സ്റ്റാറിൻ്റെ ഡിസൈനൊക്കെയാണ് അലോയ്ക്ക് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പോർട്സ് കാറ്. അതുപോലെ തന്നെ ഈ സ്പൈഡർമാൻ ടോയുടെ ബോഡി വരുന്നതും മെറ്റലാണ്. അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ 3 കാറിലും ഇഷ്ടപ്പെട്ടത് ഈ സ്പൈഡർമാൻ ടോയ് കാറാണേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. എങ്കിലും നല്ല കാണാൻ നല്ല ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ടൈപ്പുള്ള ഒരു മോഡൽസാണ് 3. ഒത്തിരി കാറുകളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ, പക്ഷേ എല്ലാം മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഉള്ളതിൽ നല്ലതെന്ന് തോന്നിയ 2-3 കാറുകളാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഈ 3 കാറുകളുടെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടേച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ?
ഈ കുഞ്ഞൻ കാറുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.